السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ എന്നെ കേൾക്കുന്ന നല്ലവരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു തആല സംരക്ഷിക്കുമാറാകട്ടെ എന്ന് വളരെ ഇഖ്ലാസോടുകൂടെ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാനിവിടെ പറയുന്ന ചില വിഷയങ്ങൾ സിഹർ സംബന്ധമായിട്ടുള്ള നിർബന്ധമായിട്ടും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിഷയങ്ങളാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സമൂഹത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം എന്തെന്ന് വെച്ചാൽ സിഹർ, കണ്ണേർ, ഇതൊക്കെ തന്നെയാണ്. നമുക്കറിയാം, ധാരാളം ആളുകൾ കമന്റിലൂടെ പറയുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. സിഹർ അങ്ങനൊരു സംഭവമില്ല, കണ്ണേർ അങ്ങനൊരു സംഭവമില്ല എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷേ അനുഭവിച്ചവർക്ക് അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയത്തുള്ളൂ. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്താണ് സിഹർ, എന്താണ് കണ്ണേർ, നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. സിഹർ പിശാചുക്കളുടെ സഹായത്തോടെ മന്ത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ മരുന്നുകളിലൂടെയോ നമുക്കിടയിൽ ജീവിക്കുന്ന ഒരാളെ ഉപദ്രവിക്കാൻ ലക്ഷ്യമിട്ട് ചെയ്യുന്ന ഒരു ദുർകർമ്മമാണ്, ഒരു ദുഷ്കർമ്മമാണ് സിഹർ. ഇത് ആരെങ്കിലും ചെയ്യൂല, നമ്മൾ അറിയുന്നവരെ ചെയ്യത്തുള്ളൂ. അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇത് മനഃപൂർവ്വം ഒരാൾ ചെയ്യുന്ന കർമ്മമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇനി കണ്ണേർ, എങ്ങനെയാണ് കണ്ണേർ സംഭവിക്കുന്നത്? ഒരുപാട് ആളുകൾ ചോദിക്കുന്ന സംഭവമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ അറിയുമ്പോൾ പലരും പറയാറുണ്ട്, ഉസ്താദ് ഇത് സത്യമാണ്. ഞാൻ നമ്മുടെ മജ്‌ലിസിലൊക്കെ അതിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഓർമ്മപ്പെടുത്താം. ഒരാളുടെ നോട്ടങ്ങളിലോ ഭംഗിയിലോ ഉള്ള അമിതമായ അസൂയ കലർന്ന നോട്ടം മൂലം മറ്റൊരാൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ദോഷമാണ് കണ്ണേർ. ചിലപ്പോൾ സ്നേഹത്തോട് നോക്കുമ്പോഴും അള്ളാനെ സ്മരിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ കണ്ണേർ സംഭവിക്കാം. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ് എന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് രണ്ടാമത്തെ കാര്യം. ഇതുകൊണ്ടുണ്ടാകുന്ന ചില ദോഷങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ പെട്ടെന്ന് പറയാം. ഞാൻ നീട്ടിപ്പരത്തി ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന കോലത്തിൽ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ പറയാം. എന്നിട്ട് നിങ്ങൾ നോക്കാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. പലരും പറയും, ഈ കമന്റിലൂടെ ധാരാളം ആളുകൾ, ഉസ്താദേ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മുമ്പത്തെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ മോചനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രധാനമായും 5 കാര്യങ്ങൾ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. 1, ശാരീരികമായ അസുഖങ്ങൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ നമ്മളെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞ വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത തരം കഠിനമായ തലവേദന. നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, നമ്മളെല്ലാ മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ ചെയ്യും, അതിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എന്നാലോ ഈ തലവേദന നമ്മളെ നിത്യേന ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ടോ? എന്നാൽ സൂക്ഷിക്കുക, സിഹർ ബാധിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അമിതമായ ക്ഷീണം, വിളർച്ച, പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, ഇതുകൊണ്ടൊക്കെ സിഹർ നമുക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. 2, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് സമാധാനം, അല്ലെ? നമ്മൾ എവിടെ പോയാലും നമ്മൾ വീട്ടിൽ വന്നിരുന്ന് ഒന്ന് റാഹത്തായി
ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വന്നൊന്ന് വിശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റാഹത്തുണ്ട്, ഒരു സമാധാനം. ആ സമാധാനം നഷ്ടപ്പെടുക, മനസ്സമാധാനം നഷ്ടപ്പെടുക, അകാരണമായ ഉത്കണ്ഠ, ഭയം, എപ്പോഴും സങ്കടം തോന്നുക, അതേപോലെ തന്നെ രാത്രി കിടന്നുറങ്ങിയാൽ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളിൽ സിഹർ ബാധിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ പറയാനുള്ളത് ബന്ധങ്ങളിലെ വിള്ളലാണ്. അല്ലെ, കുടുംബങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ അകാരണമായ വഴക്കുകൾ ഉണ്ടാവുക, പരസ്പരം നിസാരമായ വിഷയങ്ങളിൽ അവർ തമ്മിൽ വെറുപ്പുണ്ടാവുക, സ്നേഹിച്ചിരുന്നവർ പെട്ടെന്ന് ശത്രുക്കളെ പോലെ പെരുമാറുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. നാലാമത്തത് നമ്മുടെ ജോലി, അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ പഠനം, ഇതിലൊക്കെ വൈകല്യങ്ങൾ സംഭവിക്കുക. മക്കൾക്ക് പെട്ടെന്ന് നല്ല പഠിച്ചിരുന്ന മോനെ പെട്ടെന്ന് പഠനത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു. അല്ലെ, സ്പോർട്സിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് എഫക്റ്റ് എടുത്ത് മാർക്ക് കിട്ടിയ നമ്മുടെ മക്കൾ, അല്ലെ, ഒരുപാട് ഉയരങ്ങൾ താണ്ടിയവർ പെട്ടെന്ന് അവർക്ക് അതിനൊന്നും കീഴടക്കാൻ കഴിയാതെയാവുക, വല്ലാത്ത ഓർമ്മശക്തി കുറഞ്ഞു വരും, തീരെ ഒന്നിലും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല, ഓർമ്മ തീരെയില്ല, ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടു. അതേപോലെ തന്നെ ബിസിനസ്സിലും ജോലിയിലൊക്കെ വലിയ വലിയ തടസ്സങ്ങൾ നേരിടുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? സൂക്ഷിച്ചോളി. അഞ്ചാമതായിട്ട് പ്രിയപ്പെട്ടവരെ പറയാനുള്ളത് അമിതമായിട്ടുള്ള അലസതയാണ്. അമിതമായിട്ടുള്ള അലസത, ഒന്ന് കുളിക്കാനോ ശരീരം വൃത്തിയായി സൂക്ഷിക്കാനോ വല്ലാത്ത മടിയാകും. ആരാധനകളോട് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, നിസ്കരിക്കാൻ തോന്നൂല, ഖുർആൻ എടുത്താൽ തന്നെ ഉറക്കം വരും, ഖുർആൻ ഓതാനൊന്നും യാതൊരു വിധ താല്പര്യം ഉണ്ടാവില്ല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇതിനൊക്കെ മറികടക്കാനുള്ള മരുന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് വേണ്ടത്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ആദ്യമേ എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്നെ കേൾക്കുന്നവര്, ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ വിഷയമാണ്. ഓരോ ശനിയാഴ്ചയിലും എൻ്റെ വീട്ടിൽ വരുന്നവരൊക്കെ കരഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകാറുള്ളത്. കാരണം അവരുടെയൊക്കെ പ്രയാസങ്ങൾ അത്രത്തോളം വലിയ പ്രയാസങ്ങളാണ്. സിഹറും കണ്ണൂറുമായിട്ട് അൽഹംദുലില്ലാ വന്നവർക്ക് അതിൻ്റെ പ്രതിവിധികൾ പറഞ്ഞു കൊടുത്ത് മാറിയിട്ട് ഉസ്താദേ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നവരുണ്ട്. അല്ലാഹു തആല ഖൈർ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആദ്യം എനിക്ക് പറയാനുള്ളത് എന്താ, പേടി വേണ്ട, ഭയം നമ്മൾ ഒഴിവാക്കുക. നമുക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം ഭയമാണ്, അമിതമായ ഭയം. ഒരിക്കലും ഭയപ്പെടരുത്. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുക. അല്ലാഹുവിലുള്ള വിശ്വാസം, അർപ്പണ ബോധം നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. ഇതാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇൻഷാ അല്ലാഹ് മുഅവ്വിദത്തൈനി, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ട് കൈകളിൽ ഊതി ശരീരം മുഴുവനും നമ്മൾ തടവ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സിഹറിനും കണ്ണേറിനും എതിരെയുള്ള ഏറ്റവും വലിയ മരുന്നാണിത്, മഹാന്മാര് പറഞ്ഞതാണ്. രണ്ടാമത്തത് ആയത്തുൽ കുർസിയും ഫാത്തിഹയും. ഓരോ നിസ്കാര ശേഷവും അതേപോലെ തന്നെ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പും ആയത്തുൽ കുർസി ഓതുന്നത് അല്ലാഹു തആല എല്ലാ പൈശാചികതയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു തആല ഏർപ്പെടുത്താൻ ഇതൊരു കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ മറ്റൊന്ന്, പ്രഭാത പ്രദോഷ ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ ചൊല്ലുന്ന ചില ദിക്റുകളുണ്ട്, അത് നമ്മൾ മുടങ്ങാതെ ചൊല്ലുക. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറ നമ്മളെല്ലാവരും ഓതുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിലെ ഈ സൂറത്ത് ഓതുന്നത് സിഹർ ബാത്തിലാക്കാൻ സഹായിക്കും. സാധിക്കാത്തവർ അത് വീട്ടിൽ വെച്ച് കേൾക്കുകയെങ്കിലും ചെയ്യുക. ഖുർആൻ ഓതാത്തവരുണ്ടാവും, ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ടാവും, അവരെന്ത് ചെയ്യുക, അത് കേൾക്കുകയും ചെയ്യുക. മൊബൈലിൽ ഇട്ടിട്ടോ അതിങ്ങനെ കേൾക്കുകയെങ്കിലും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. എപ്പോഴും
വുളുവോടെ ഇരിക്കാൻ ശ്രമിക്കുക. ഇത് സിഹറിൽ നിന്ന് മോചനം കിട്ടാനും സിഹറിനെ തൊട്ട് രക്ഷപ്പെടാനും ഒരു കാരണമാകും. സിഹർ സത്യമാണ്, സിഹർ സത്യമാണ്. ഇതനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി തരട്ടെ. അല്ലാഹു തആല എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. ഉസ്താദ് ഇനി എന്നാണ് വീട്ടിലുണ്ടാകുക എന്ന് ചോദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ വീട്ടിൽ ഉണ്ടാകാറുള്ളത്. അത് ശനിയാഴ്ച മാത്രമാണ്. വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരിക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പലരും പറയും ഉസ്താദ് ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി, അപ്പം ഇനി നിങ്ങളടുത്ത് വരുമ്പോൾ ഒരുപാട് ചാർജ് ആകുമോ, ഒരുപാട് പൈസ ആകുമോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യം തന്നെ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കും ഉസ്താദ് പ്രയാസമുണ്ട്, ഇപ്പം അവിടെ വന്നാൽ എത്ര ഉറുപ്പ്യ അറിയില്ല ഉസ്താദെ. ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, എല്ലാവരും പൈസ പറയണം ഉസ്താദെ, പിന്നെ അങ്ങോട്ട് പോകാനും തോന്നൂല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ബസ്സിന്റെ പൈസ കയ്യിൽ കരുതിയിട്ട് പോന്നാൽ മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒന്നുകൊണ്ടും പ്രയാസപ്പെടണ്ട. ഇൻഷാ അല്ലാഹ് ഏത് സിഹറും ഏത് പൈശാചികതമായ ശർറുകളും ഇൻഷാ അല്ലാഹ് പടച്ചോന്റെ സഹായത്തോടെ നമുക്ക് ബാത്തിലാക്കാം. വൺ ഡിമാൻഡ്, ഒറ്റ കാര്യമൊക്കെ പറയാനുള്ളൂ. 5 നേരത്തെ നിസ്കാരങ്ങൾ നിലനിർത്തിക്കോളി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നിങ്ങളെ സിഹർ ബാത്തിലാക്കും, നിങ്ങളെ സിഹർ ബാത്തിലാകും. 5 പൈസൻ്റെ ചെലവില്ല, 5 പൈസൻ്റെ ചെലവില്ല. പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ തൃപ്തിപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കലാണ്. അതാണ് എല്ലായിടത്തും ചെയ്യാറുള്ളത്. അല്ലാതെ ഇതിനൊന്നും പ്രത്യേകമായ ഫീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമ്മളൊരു സന്തോഷത്തിന് നമ്മൾ കൊടുക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ പോന്നോളി. ഒരു 5 പൈസ ചെലവില്ലാതെ നമുക്കത് ബാത്തിലാക്കാൻ കഴിയും. അതിന് ഒരു റിസ്ക് മാത്രം, അത് റിസ്ക് ആയിട്ട് തോന്നരുത്. ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഒരു വക്കത് നിസ്കാരം ഞാനും നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിസ്കാരം നിലനിർത്താൻ എന്നാൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഭയങ്കര ഫലം ഉണ്ടാവും. എത്രയോ ആളുകൾ അവിടെ വീട്ടിൽ വന്നിട്ട് ഇന്നും എൻ്റെ അടുത്ത് വരുന്നവർ, ഏറ്റവും കൂടുതൽ വന്നവർ തന്നെയാണ് എൻ്റെ അടുക്കൽ വീണ്ടും വരുന്നത്. വന്നവർ പല പല ആവശ്യങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത ചില മരുന്നുകൾ അവരുടെ ജീവിതത്തിൽ അവരെന്ത് ചെയ്തു, ഉപയോഗപ്പെടുത്തി. അത് കാരണം അൽഹംദുലില്ലാഹ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരുപാട് മാറ്റങ്ങൾ അള്ളാഹു കൊടുത്തു, അള്ളാഹു കൊടുത്തു. ഞാനല്ല, അള്ളാഹു കൊടുത്തു. അതിന് ഞാൻ അവർക്ക് ചില വഴികൾ, ഖുർആനിൽ നിന്നുള്ള ചില വഴികൾ പറഞ്ഞു കൊടുത്തു, ചില മരുന്നുകൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുത്തുമുഅ്മിനീങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ മുഴുവനും കേൾക്കുക. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തുക. അതേപോലെ രാത്രി 9 മണിക്ക് നടക്കുന്ന നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.